ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 3 ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷന്റെ പാർട്ട് 1 ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്നുണ്ട്. പല പൂക്കളും പല കളറിലാണ് കാണപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഈ മഞ്ഞ കളറുള്ള പൂവ് മഞ്ഞ നിറത്തിൽ കാണാൻ കാരണം എന്താണ്? സൺലൈറ്റ് ഈ മഞ്ഞ പൂവിൽ വന്ന് പതിക്കുമ്പോൾ അത് എല്ലാ കളേഴ്സിനെയും അബ്സോർബ് ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ദ യെല്ലോ കളർ. യെല്ലോ കളറിനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പൂവ് മഞ്ഞ നിറത്തിൽ കാണാൻ കാരണം. ഇനി റെഡ് കളറുള്ള ഒരു പൂവാണെങ്കിൽ അത് റെഡ് നിറത്തിൽ കാണപ്പെടാൻ കാരണം എന്താണ്? അത് എല്ലാ കളേഴ്സിനെയും അബ്സോർബ് ചെയ്യുന്നുണ്ട്, റെഡ് കളറിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കളറിനെയാണോ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ കളറിലായിരിക്കും ആ പൂവ് കാണുന്നത്. ഇനി ഈ ഒരു പാഠത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കാം. ഇവിടെ ആദ്യം പഠിക്കുന്നത് റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം ആണ്. ഇവിടെ ഒരു ട്രയാങ്കുലർ ഗ്ലാസ് പ്രിസം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടോർച്ച് ലൈറ്റിൽ ലൈറ്റ് റേ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലൈറ്റ് റേ എന്ന് പറഞ്ഞത് ചെരിഞ്ഞിട്ടാണ് പാസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നടക്കുന്ന ഒരു ഫിനോമിനൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റിഫ്രാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഇവിടെ നടക്കുന്ന ഈ ഗ്ലാസ് പ്രിസത്തിൽ നടക്കുന്ന ഫിനോമിനൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിഫ്രാക്ഷൻ, അപവർത്തനം എന്ന് പറയും. ഇനി ഇവിടെയുള്ള രണ്ട് മീഡിയം ഏതാണ്? ഒന്ന് ഗ്ലാസ്, ഈ കാണുന്ന ഗ്ലാസ്, ഒരെണ്ണം എയർ. ഈ ലൈറ്റ് റേ കടക്കുന്നത് എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ്. സോ രണ്ട് മീഡിയം എന്ന് പറഞ്ഞത് ഒന്ന് എയറും രണ്ട് ഗ്ലാസുമാണ്. ഇനി എയർ എന്ന് പറഞ്ഞത് ഇവിടെ ഒപ്റ്റിക്കലി റയറർ മീഡിയമാണ്. ഗ്ലാസ് എന്ന് പറഞ്ഞത് ഇവിടെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയമാണ്. അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് കടക്കുമ്പോൾ ഈ ഒരു സർഫേസ് ഓഫ് സെപ്പറേഷനിൽ ഒരു ഡീവിയേഷൻ നമുക്ക് കാണും അല്ലേ? ഈ ലൈറ്റ് റേ ഇതിങ്ങനെ. ഇനി ഇവിടുത്തെ ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് കടക്കുമ്പോഴും ഇവിടെ ചെറിയൊരു വളവ് കാണും. ഇനി ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, കണ്ട, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡീവിയേഷൻ? ഇതാണ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം. എന്താണ്? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിലൊരു ഗ്ലാസ് പ്രിസം തന്നിട്ട് ഇതിന്റെ ഡീവിയേഷന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ. ഇനി ഐഡന്റിഫൈ ദ ഫേസസ് ഓൺ വിച്ച് ദ ലൈറ്റ് റേ അണ്ടർഗോ ഡീവിയേഷൻ. ഈ ഗ്ലാസ് പ്രിസത്തിന്റെ ഫേസസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഏത് ഫേസസിലാണ് ഡീവിയേഷൻ നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്? ഒന്ന് എ ബിയും ഒന്ന് എ സിയും. ഇനി ടുവേർഡ്സ് വിച്ച് പാർട്ട് ഓഫ് ദ പ്രിസം ഡസ് ദ ലൈറ്റ് റേ ഡീവിയേറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ പ്രിസം ഫ്രം എയർ. എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് കിടക്കുമ്പോഴും ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് കിടക്കുമ്പോഴും ഈ ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യുന്നത് ഈ പ്രിസത്തിന്റെ ഏത് ഭാഗത്തേക്കാണ്? ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ പ്രിസം. പ്രിസത്തിന്റെ ബേസിലേക്കാണ് ആ ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഒരു സെന്റൻസ് രീതിയിലൂടെ പറഞ്ഞേ ഉള്ളൂ. വെൻ ലൈറ്റ് റേ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് എ പ്രിസം. ഒരു ലൈറ്റ് റേ പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും അത് ലീവ് ചെയ്യുമ്പോഴും അത് ഡീവിയേറ്റ് ചെയ്യുന്നത്, ആ ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ പ്രിസം. പ്രിസത്തിന്റെ ബേസിലേക്കാണ്. അവിടെ ഉണ്ടാവുന്ന ഫിനോമിനൻ എന്താണ്? അവിടെ ഉണ്ടാവുന്ന ഫിനോമിനൻ എന്ന് പറഞ്ഞത് റിഫ്രാക്ഷൻ ആണ്. ഇനി ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ സൺലൈറ്റ് ഒരു തിൻ ബീം ഓഫ് ലൈറ്റ് ഈ പ്രിസത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ ഈ ലൈറ്റ് ഒരു വോളിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് കാണപ്പെടും. ഒന്ന് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഈ വൈറ്റ് ലൈറ്റ് എന്താ പറയുക സ്പ്ലിറ്റ് ആവും നമുക്ക് കാണാം. അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് കണ്ട എത്ര കളേഴ്സിന്? 7 കളേഴ്സ് കണ്ട. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ 7 കളേഴ്സിൽ ഈ വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ആവും നമുക്ക് കാണാം. ദിസ് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ദ കമ്പോണന്റ് കളേഴ്സ് ഇൻ വൈറ്റ് ലൈറ്റ്. കണ്ട, ഈ വൈറ്റ് ലൈറ്റിലുള്ള ഇത്രയും കളേഴ്സിന്റെ ഓർഡർലി അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പെക്ട്രം. കണ്ട, ഈ ഒരു വാക്ക് കണ്ട, ദാറ്റ് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ദ കമ്പോണന്റ് കളേഴ്സ് ഇൻ വൈറ്റ് ലൈറ്റ് ഈസ് കോൾഡ് ദ സ്പെക്ട്രം. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, വൈ ഡസ് സൺലൈറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കോമ്പോണന്റ് കളേഴ്സ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം. പ്രിസത്തിൽ കൂടെ കടക്കുമ്പോൾ സൺലൈറ്റ് എന്ന് പറഞ്ഞത് അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ പ്രിസത്തിന്റെ രണ്ട് ഫേസസിലാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത് പല കളേഴ്സിനും പല ടൈപ്പിലാണ്. എല്ലാ കളേഴ്സിലും ഒരേപോലെ എല്ലാ ഡീവിയേഷൻ നടക്കുന്നത്. ഡിഫറെൻറ്റ് ഡീവിയേഷൻ ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഈ സൺലൈറ്റ് അതിന്റെ കമ്പോണന്റ് കളേഴ്സ് വേറെ വേറെ കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നത് ഒരു പ്രിസത്തിൽ കൂടെ കടക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം കണ്ട, ദ സ്പ്ലിറ്റിംഗ് ഓഫ് സൺലൈറ്റ് ഇൻറ്റു കമ്പോണന്റ് കളേഴ്സ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം. ഒരു പ്രിസത്തിൽ കൂടെ കടക്കുമ്പോൾ
സൺലൈറ്റ് എന്ന് പറഞ്ഞത്, ഒരു വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞത് അതിൻ്റെ 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ഡീവിയേഷൻ ഓഫ് ദ ലൈറ്റ് റേ? ഈ ലൈറ്റ് റേയുടെ ഡീവിയേഷന് കാരണം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിഫ്രാക്ഷൻ ആണ്. അറ്റ് ദ ഐദർ ഫേസസ് ഓഫ് ദ പ്രിസം, 2 ഫേസസിൽ അവിടെ ഡീവിയേഷൻ നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചെറിയൊരു ലൈറ്റ് റേയുടെ ഒരു വളവോ അല്ലെങ്കിൽ ചെറിയൊരു ചെരിവോ നമുക്ക് കാണപ്പെടുന്നത്. അപ്പൊ ഡീവിയേഷന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ ആണ്. കണ്ട, when the light ray passes through a prism it deviate at the 2 faces. കണ്ട, 2 ഫേസസിലും അവിടെ ഡീവിയേഷൻ നടക്കുന്നത്. എന്താണ് അവിടുത്തെ ഫിനോമിനൻ? റിഫ്രാക്ഷൻ. ഇനി ഈസ് ദിസ് ഡീവിയേഷൻ ദ സെയിം ഫോർ ഓൾ കളേഴ്സ്? നമ്മൾ പറഞ്ഞു എല്ലാ കളേഴ്സിനും ഡീവിയേഷൻ സെയിം ആണോ? അല്ല, എല്ലാ കളേഴ്സിനും ഡിഫറെന്റ് കളേഴ്സിന് ഡിഫറെന്റ് ഡീവിയേഷൻ ആണ് നടക്കുന്നത്. ഫിഗർ നോക്കി, ഇവിടെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെ 7 കളേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ഇനി പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കളർ ഓഫ് ദ ലൈറ്റ് ഹാസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്? ഏതിനാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്? നമുക്കറിയാം, ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാം, വയലറ്റിനാണ് ഇവിടെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, റെഡിനാണ് വേവ് ലെങ്ത് കൂടുതലുള്ളത്, ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, വിച്ച് കളർ ഡീവിയേറ്റ് ദ മോസ്റ്റ് ആസ് ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം? ഒരു പ്രിസത്തിൽ കൂടെ കടക്കുമ്പോൾ ഏത് കളറാണ് ഡീവിയേഷന് കൂടുതൽ വിധേയമാകുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്ന കളർ ഏതാണ്? നമുക്കറിയാം, വയലറ്റ് ആണ് ഇവിടെ മോസ്റ്റ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്, എന്നാൽ ലെസ് ഡീവിയേഷന് വിധേയമാകുന്നത് റെഡ് ആണ്. അപ്പോൾ വേവ് ലെങ്ത്തും ഡീവിയേഷനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞത് നിങ്ങൾക്കറിയാം, വേവ് ലെങ്ത് കുറവുള്ളത് വയലറ്റിനാണ്, എന്നാൽ ഇവിടെ മോസ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്നത് വയലറ്റ് ആണ്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞത് ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡീവിയേഷൻ. വേവ് ലെങ്ത് കൂടുന്ന ആൾക്ക് ഡീവിയേഷൻ കുറവായിരിക്കും. അതാണ് കേട്ടോ അവിടുത്തെ പ്രത്യേകത. ഏത് കളറിനാണോ വേവ് ലെങ്ത് കൂടുതലുള്ളത് ആ കളറിന് ഡീവിയേഷൻ കുറവായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഏത് കളറിനാണോ വേവ് ലെങ്ത് ഇവിടെ കൂടുതൽ, റെഡിനാണ് ഇവിടെ വേവ് ലെങ്ത് കൂടുതൽ, എന്നാൽ ലെസ് ഡീവിയേഷൻ ഉള്ളത് ഏതിനാണ്? റെഡിനാണ്. തിരിച്ചു നമുക്ക് പറയാം. അപ്പൊ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ആ ഒരു കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഒരു കാര്യം നോക്കിയേ, ഹൗ ഡസ് ദ ഡീവിയേഷൻ ഓഫ് ദ കളർ ചേഞ്ചസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ വേവ് ലെങ്ത് ആസ് ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേവ് ലെങ്ത്തിനനുസരിച്ച് ഡീവിയേഷൻ എന്ത് സംഭവിക്കുന്നു? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ദ ഡീവിയേഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്. വേവ് ലെങ്ത് കൂടുന്തോറും അവിടെ ഡീവിയേഷൻ കുറയാണ് ചെയ്യുക. ആ ഒരു കാര്യമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഡീവിയേഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്? ഡീവിയേഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ലൈറ്റ് റേ ഡീവിയേഷന് വിധേയമാകുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം, വേവ് ലെങ്ത് ഓഫ് ദ കളർ ഓഫ് ദ ലൈറ്റ്. ഈ 2 ഫാക്ടേഴ്സിനെയാണ് ഈ റേ ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ 2 ഫാക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വെൻ ലൈറ്റ് പാസസ് ത്രൂ എ ഗ്ലാസ് പ്രിസം, ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടെ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഇറ്റ് അണ്ടർഗോ റിഫ്രാക്ഷൻ അറ്റ് ദ 2 റിഫ്രാക്റ്റിംഗ് ഫേസസ് ഓഫ് ദ പ്രിസം. പ്രിസത്തിന് എത്ര റിഫ്രാക്റ്റിംഗ് ഫേസസ് ഉണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ABAC എന്ന് പറഞ്ഞ 2 റിഫ്രാക്റ്റിംഗ് ഫേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യമാണ് ഇവിടെ ലൈറ്റ് റേ റിഫ്രാക്ഷന് വിധേയമാകുന്നത്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനെ ആശ്രയിച്ചിരിക്കും അവിടെ ഡീവിയേഷന്റെ എക്സ്റ്റൻഷൻ. അതായത് ഒരു ലൈറ്റ് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിന്റെ ആ ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ദ റെഡ് ഡീവിയേറ്റ് ദ ലീസ്റ്റ്. ലെസ് ഡീവിയേഷന് വിധേയമാകുന്ന ലൈറ്റ് ഏതാണ്? റെഡ് ആണ്. എന്നാൽ അതിന് ലോങ്ങർ വേവ് ലെങ്ത് ആണ്. കണ്ട, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ലെസ് ഡീവിയേഷൻ ആണെങ്കിൽ അവിടെ ലോങ്ങർ വേവ് ലെങ്ത് ആയിരിക്കും. ഇനി വാട്ട് അബൌട്ട് വയലറ്റ്? വയലറ്റിന് എന്താണ്? ഷോർട്ടർ വേവ് ലെങ്ത് ആണ് ഉള്ളത് അല്ലേ? ഷോർട്ടർ വേവ് ലെങ്ത് ആവുമ്പോൾ അവിടെ മോസ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്നത്, ഡീവിയേഷൻ കൂടുതലുള്ളത് വയലറ്റിനായിരിക്കും. വാട്ട് അബൌട്ട് ദ അതർ കളേഴ്സ്? മറ്റുള്ള കളേഴ്സിനൊക്കെ എന്ത് സംഭവിക്കുന്നു? അതിന്റെ വേവ് ലെങ്ത് ഒക്കെ എന്താ പറയുക, ലൈ ചെയ്യുന്നത് റെഡിനും വയലറ്റിനും ഇടയിലാണ്. ഹെൻസ് ദെയർ ഡീവിയേഷൻ ഒക്കേഴ്സ് പ്രൊപ്പോർഷണലി ആൻഡ് ഈസ് അറേഞ്ച്ഡ് ബിറ്റ്വീൻ. മറ്റു കളേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെഡിന്റെയും വയലറ്റിന്റെയും ഇടയിലാണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.